ഹായ് ഹലോ വെൽക്കം ബാക്ക്. നാളെയാണ് നമ്മുടെ മൂന്റെ ഓഡീഷൻ. കേങ് അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇനി കാണിക്കുന്നത് മൂവും യോസും തേയും കൂടി ഡാൻസ് ചെയ്തോണ്ടിരിക്കുവാണ്. അവർ മൂന്ന് പേരും വളരെ നന്നായി തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ അവർ മൂന്ന് പേരും ആ ഓഡീഷനിൽ പാസ്സാവുന്നുണ്ട്. ആ വലിയ കമ്പനിയുടെ അടുത്ത K-pop ഗ്രൂപ്പിൽ ഇവര് മൂന്ന് പേരും ഉണ്ടാവും. ആ സന്തോഷ വാർത്ത അറിയുമ്പോഴാണ് കേങ്ങും അങ്ങോട്ട് വരുന്നത്. മൂ ഉടനെ തന്നെ പോയിട്ട് കേങ്ങിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. കേങ് പറഞ്ഞത് മൂന്റെ ആഗ്രഹം നടത്തി കഴിഞ്ഞാൽ കേങ് അവനോട് ഓക്കെ പറയുന്നല്ലേ. അതുപോലെ തന്നെ കേങ് ഓക്കെ പറയുകയാണ്. മൂന്നാണെങ്കിൽ ഒരുപാട് സന്തോഷായിട്ട് കേങ്ങിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് മൂന് മനസ്സിലാകുന്നത് ഇത് വെറും സ്വപ്നം മാത്രമായിരുന്നു എന്ന്. ഇന്നത്തെ മൂന്റെ ഓഡീഷന്റെ കാര്യം അവൻ തന്നെ മറന്നുപോയിരിക്കുവാണ്. അവൻ ഒരുപാട് ലേറ്റ് ആയി. എന്നിട്ട് വേഗം തന്നെ കേങ്ങും മൂവും കൂടി ഓഡീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ തേയും യോസും എത്തിക്കഴിഞ്ഞു. അവർ മൂന്ന് പേരും ഒരുമിച്ച് വന്നാൽ മാത്രമാണ് അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സമയത്തെത്താത്തതിന് അവർക്ക് ഒരുപാട് വഴക്ക് കേൾക്കുകയാണ്. എന്നിട്ട് 10 സെക്കൻഡും കൊടുക്കുന്നുണ്ട്. 10 സെക്കൻഡിനുള്ളിൽ മൂ അവിടെ എത്തിയില്ലെങ്കിൽ ഇവരെ റിജക്ട് ചെയ്യും. അങ്ങനെ അവിടുത്തെ സ്റ്റാഫ് കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കുമാണ് കേങ്ങും മൂവും അങ്ങോട്ട് വരുന്നത്. മൂ വേഗം തന്നെ കേങ്ങിനെ ഹഗ് ചെയ്തിട്ട് ഓടി പോവുകയാണ്. ഭാഗ്യത്തിന് 10 സെക്കൻഡിന് മുമ്പ് തന്നെ മൂ അങ്ങോട്ട് എത്തുന്നുണ്ട്. മൂ ലേറ്റ് ആയി വന്നത് കൊണ്ട് ഈ ഓഡീഷനിൽ പങ്കെടുക്കണ്ട എന്ന് പറയുമ്പോൾ യോസും തേയും പറയുന്നുണ്ട് 10 സെക്കൻഡിന് മുമ്പ് വന്നില്ലേന്ന്. പക്ഷെ ആ സ്റ്റാഫ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവരെ മൂന്ന് പേരെയും ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് നോക്കുകയാണ്. പക്ഷെ അപ്പോഴത്തേക്കുമാണ് ജാങ് വരുന്നത്. കുറച്ചൊക്കെ ഫേമസ് ആയിട്ടുള്ള ഐഡലാണ് ജാങ്. ഇപ്പോൾ ഈ കമ്പനി സെലക്ട് ചെയ്യാൻ പോകുന്ന K-pop ഗ്രൂപ്പിന്റെ ലീഡറും കൂടിയാണ് അവൻ. ആദ്യം ലീഡറിന്റെ സെലക്ഷൻ ആണ് നടത്തിയിട്ടുള്ളത്. പിന്നെയാണ് ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ സെലക്ഷൻ നടത്തുന്നത്. ജാങ് വന്നിട്ട് ജഡ്ജസിനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ മൂന്ന് പേർക്കും ഒരു ചാൻസും കൂടി കൊടുക്കാനും സമ്മതിക്കുകയാണ്. അവിടെ പുറത്ത് കാങ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവനെ ഷോൺ വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാങ്ങും ഷോണും കൂടി ആർട്ട് ഗാലറിയിലേക്ക് പോയല്ലോ. അവിടെ വെച്ച് കാങ് ഷോണിനെ പ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുണ്ടാക്കിയ പ്ലേറ്റ് അവർക്ക് തന്നെ കിട്ടും. ഇന്നാണ് അത് പോയി എടുക്കേണ്ടത്. അങ്ങോട്ട് പോകാനാണ് ഷോൺ കാങ്ങിനെ വിളിക്കുന്നത്. അങ്ങനെ കാങ്ങും അങ്ങോട്ട് പോവുകയാണ്. അവർ മൂന്ന് പേരും വളരെ നന്നായി കളിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് തേന്റെ കോൺസെൻട്രേഷൻ പോവുകയാണ്. മൂ ലേറ്റ് ആയി വന്നത് കൊണ്ട് തന്നെ അവരെ മൂന്ന് പേരെയും ഔട്ടാക്കുവോ എന്നൊക്കെയാണ് തേ ചിന്തിക്കുന്നത്. അങ്ങനെ അവൻ കുറച്ച് സ്റ്റെപ്പൊക്കെ തെറ്റിക്കുന്നുണ്ട്. അങ്ങനെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് അവർ മൂന്ന് പേരും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തേയും മൂവും കൂടി വഴക്കിടുകയാണ്. തേ പറയുന്നുണ്ട് മൂ ലേറ്റ് ആയി വന്നത് കൊണ്ടാണ് തേന് ശരിക്ക് കളിക്കാൻ പറ്റാതിരുന്നേന്ന്. മൂ പറയുന്നത് തേ സ്റ്റെപ്പുകളെല്ലാം ശരിക്ക് പഠിക്കാത്തത് കൊണ്ടാകുന്ന. അങ്ങനെ രണ്ടുപേരും വഴക്കിട്ടിട്ട് രണ്ട് ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ കാങ്ങും ഷോണും കൂടി അവരുടെ പ്ലേറ്റുകൾ വാങ്ങാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് ഷോൺ അവന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ കാങ്ങിന്റെ ഫേസും ഉണ്ടായിരിക്കും. കാങ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്റെ ഫേസ് കൂടി ഉൾപ്പെടുത്തിയതെന്ന്. ഷോൺ പറയുന്നുണ്ട് അതെനിക്ക് എപ്പോഴും കണ്ടോണ്ടിരിക്കാനാണെന്ന്. അത് കേൾക്കുമ്പോൾ കാങ് ഞെട്ടിയിട്ട് ഷോണിനെ നോക്കുകയാണ്. ഷോൺ പറയുന്നുണ്ട് കാങ് എനിക്ക് നിന്നെ ഇഷ്ടാണ്. നീ എന്റെ ബോയ് ഫ്രണ്ട് ആവോ? കാങ് പറയുന്നുണ്ട് അവന് വേറൊരാളെ ഇഷ്ടാണെന്ന്. ഷോണും അത് ആക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരുടെ പ്ലേറ്റ് വാങ്ങിയിട്ട് അവർ രണ്ടുപേരും തിരികെ പോകുന്നുണ്ട്. മൂ അവിടെ യോസിനോട് സോറി പറയുകയാണ്. മൂന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് മൂന് മനസ്സിലായിട്ടുണ്ട്. മൂ ലേറ്റ് ആയി വന്നത് കൊണ്ടാണ് തേന്റെ കോൺസെൻട്രേഷൻ പോയതും അവൻ സ്റ്റെപ്പുകൾ തെറ്റിച്ചതും എന്നൊക്കെ മൂ പറയുമ്പോൾ യോ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. തേക്ക് ഒരു ഐഡൽ ആവാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നും അവന്റെ പാരന്റ്സ് അവൻ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല, എപ്പോഴും ഒരുപാട് ബിസിയാണെന്നും അവന്റെ ഫാമിലിക്ക് അവനെ കുറിച്ച് അഭിമാനം തോന്നാനാണ് അവൻ ഇത്രയ്ക്കൊക്കെ കഷ്ടപ്പെടുന്നതെന്നും യോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മൂ ചോദിക്കുകയാണ് ഇത് തുടങ്ങിയിട്ട് എത്ര കാലായെന്ന്. യോ പറയുന്നുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ടാണോ? ഞങ്ങൾ ചെറുപ്പം മുതലേ ഫ്രണ്ട്സാ. അതിന് മൂ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. നിനക്ക് എപ്പോൾ മുതലാ അവനോട് ക്രഷ് തുടങ്ങിയത്? അത് കേട്ടതും യോ ആകെ ഞെട്ടി പോവുകയാണ്. മൂ വീണ്ടും പറയുന്നുണ്ട് നിനക്ക് അവൻ ഇഷ്ടല്ല എന്ന് മാത്രം എന്നോട് പറയരുത്. നിന്റെ പെരുമാറ്റം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് തേന് ഇഷ്ടാണെന്ന്. തേക്ക് മാത്രമേ മനസ്സിലാവാത്തുള്ളൂ. യോക്കാണെങ്കിൽ കുറച്ചൊക്കെ നാണം വന്നിട്ട് വേഗം തന്നെ എഴുന്നേറ്റ് പോവുകയാണ്. തേ അവിടെ ഒരുപാട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ പുതിയ ഗേൾഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അവന്റെ കൂടെ പുറത്ത് പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നുണ്ടാവുക.
യോസ് തേനെ കോൾ ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് അവന്റെ അടുത്തേക്ക് ജാങ് വരുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ജാങ് അവന്റെ അടുത്തേക്ക് വന്നത് അവന് പോലും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ പേര് യോസ് എന്നല്ലേ? ഈ ഓഡീഷനിൽ നിന്നെ സെലക്ട് ചെയ്തില്ലെങ്കിലും നീ വിഷമിക്കരുത്, നിന്റെ ശ്രമങ്ങളും നിർത്തരുത്, ജയിക്കുന്നത് വരെ ശ്രമിച്ചോണ്ടേയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മിഠായിക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ മൂ കാങ്ങിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവനാണെങ്കിൽ ഒരുപാട് വിഷമുണ്ട്. അവൻ എന്തായാലും സെലക്ട് ആവില്ല എന്നാണ് കാങ്ങിനോട് പറയുന്നത്. കാങ് മൂനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സെലക്ട് ചെയ്താലും സെലക്ട് ചെയ്തില്ലെങ്കിലും മൂന്റെ കൂടെ എപ്പോഴും കാങ് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് മൂന്ന് ഫുഡ് കൊടുക്കാനായിട്ട് കൊണ്ടുപോകാണ്. അപ്പോഴാണ് ഷോണിന്റെ കോള് വരുന്നത്. മൂ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് തന്നെ ഷോൺ ഉണ്ട്. മൂനെ കാണാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ മൂ പറയുന്നത് അവൻ ഇപ്പോൾ റൂമിലില്ല, അവന്റെ ക്രഷിന്റെ അടുത്താണ്, അവരുടെ ഇടയിലേക്ക് ഒരു കട്ടുറുമ്പായിട്ട് വരണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കാങ് മൂന്ന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് കാണാന്നും പറയുന്നുണ്ട്. തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവന്റെ വീട്ടില് യോ ഇരിക്കുന്നത് കാണുന്നത്. ഞാൻ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, നീ കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ തേനോട് ചോദിക്കുമ്പോൾ അവൻ ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ്. അവന്റെ ഗേൾ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചല്ലോ ഒരുമിച്ച് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ മെസ്സേജ് അവൻ അപ്പ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അവൻ വീട്ടിലേക്ക് വരുമ്പോൾ തേക്കും യോസിനുള്ള ഫുഡും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തേന്റെ ഭാഗത്തും ഒരുപാട് തെറ്റുണ്ട്, അവൻ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ മൂ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് കാങ് പറഞ്ഞ സർപ്രൈസ് അവൻ കാണുന്നത്. മൂ കഴിച്ചത് കാങ് മൂന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പ്ലേറ്റിലാണ്. എന്നിട്ട് കാങ്ങിനോട് ഇതിലേത് മൂനെ കാണാനാ ഒരുപാട് ഭംഗി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാങ് എന്നിട്ട് പ്ലേറ്റ് കഴുകാനായിട്ട് പോകുമ്പോഴാണ്, നീ ഏതായാലും പ്ലേറ്റ് കഴുകാനായിട്ട് പോവുകയല്ലേ, ഇതും കൂടി കഴുകിയേക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ മൂക്കില് ചെറുതായിട്ട് സോസ് ഒക്കെ തേക്കുന്നത്. പക്ഷെ കാങ് ആണെങ്കിൽ അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അതെടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. മൂവാണെങ്കിൽ അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ഉടനെ തന്നെ കുറച്ച് സോസ് എടുത്തിട്ട് ചുണ്ടുമുലും തേക്കുന്നുണ്ട്. കാങ് അവന്റെ അടുത്തേക്ക് ഒരുപാട് ക്ലോസ് ആയി പോകുന്നുണ്ടെങ്കിലും മൂ പ്രതീക്ഷിച്ച പോലെ കിസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ അവർ ഇത്രയും ക്ലോസ് ആയി പെരുമാറുന്നത് ഷോൺ കാണുന്നുണ്ട്. അങ്ങനെ ഷോണിന് മനസ്സിലാകുന്നുണ്ട് മൂന് കാങ്ങിനെയും കാങ്ങിന് മൂനെയും ഇഷ്ടാണെന്ന്. അവിടത്തെയും യോസും ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അവർ രണ്ടുപേരും ഒരുപാട് ഫുഡ് മേടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മൂനെ വിളിക്കുന്നുണ്ട്. മൂനോട് ദേഷ്യപ്പെട്ടതിൽ സോറി പറയുന്നുണ്ട്. എന്നിട്ട് അവരുടെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട് വരാൻ പറയുകയാണ്. പക്ഷെ മൂ പറയുന്നത് അവൻ കാങ്ങിന്റെ കൂടെയാണ്, അതുകൊണ്ട് തന്നെ എവിടേക്കും വരുന്നില്ലാന്നാ. എന്നിട്ട് യോനോട് പറയുന്നുണ്ട് ഇപ്പോൾ അവർ രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ ഉള്ളത്, യോന്റെ ഇഷ്ടം തേനോട് തുറന്നു പറയണമെന്ന്. അത് കേട്ടതും യോ പെട്ടെന്ന് തന്നെ കോള് കട്ടാക്കുകയാണ്. എന്നിട്ട് കഴിക്കാനിരിക്കുമ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ക്യാരറ്റിന്റെ പീസ് എടുക്കുന്നുണ്ട്. യോ അത് തേ എടുത്തോ എന്ന് പറയുമ്പോൾ തേ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എപ്പോഴും എനിക്ക് തരുന്നത്, നീ എന്നെ സീക്രട്ട് ആയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടതും യോ ആകെ ഞെട്ടി പോവുകയാണ്. അത് തന്നോട് മിണ്ടാതിരുന്ന് കഴിക്കാൻ പറയാണ്. എന്നിട്ട് അവർ പരസ്പരം ഫീഡ് ചെയ്യുന്നുണ്ട്. മൂവ് അവിടെ 2 ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് കാങ്ങിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഷോണിനെ കാണുന്നത്. നീ എന്റെ ബോയ് ഫ്രണ്ടിനെ കാണാനാണോ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷോൺ, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടു, കാങ് നല്ല ക്യൂട്ടാണ് എന്നൊക്കെ പറയുകയാണ്. ഞാൻ ഇതുവരെ കാങ്ങിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെ കാങ്ങിന്റെ പേര് അറിയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷോൺ പറയുകയാണ്, മൂ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ വില്ലേജ് ചുറ്റിക്കാണിക്കാൻ എന്നൊരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്, അത് കാങ് ആണ്. ആ സമയത്ത് മൂന്ന് കുറച്ച് സംശയങ്ങളൊക്കെ വരികയാണ്. ഷോണ് പറഞ്ഞിരുന്നല്ലോ അവനും ഒരാൾ ഇഷ്ടാണെന്ന്, ആ ആള് കാങ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഷോണ് പറയുന്നുണ്ട് കാങ്ങിനോട് അവന് ഒരു ഫീലിങ്സും ഇല്ലാന്ന്. എന്നിട്ട് മൂ കാങ്ങിന്റെ അടുത്തേക്ക് പോവുകയാണ്. കാങ്, നിനക്കറിയില്ലേ മുത്തശ്ശിമാര് പണ്ടേ ഒരു ഗെയിം കളിക്കുമായിരുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കോ ഇല്ലേന്ന് അറിയാനായിട്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞിട്ട് നമ്മൾ 2 കൈകളും മുകളിലേക്ക് പൊന്തിക്കണം. ആ കൈ താഴേക്ക് ഇടുമ്പോൾ 2 കൈകളും ഒരേപോലെയാണ് വരുന്നെങ്കിൽ നമ്മുടെ ആഗ്രഹം നടക്കില്ല. ഒരു കൈ മുകളിലേക്കും ഒരു കൈപ്പത്തി താഴേക്കും വരികയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം നടക്കും. നമുക്ക് ആ ഗെയിം കളിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മൂ ഓഡീഷനിൽ പാസ്സാവോന്നാണ് ആദ്യം നോക്കുന്നത്. കാങ് അവന്റെ കൈ മുകളിലേക്ക് പൊന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കൈപ്പത്തി മുകളിലേക്കും ഒരു കൈപ്പത്തി താഴേക്കും വെക്കുകയാണ്. അതിനർത്ഥം മൂ സെലക്ട് ആവുന്നല്ലേ. എന്നിട്ട് മൂന്റെ അടുത്ത ആഗ്രഹം പറയുകയാണ്.
കാങ് അവനെ ഇഷ്ടപ്പെടണമെന്ന്. അതിനുത്തരം പറയേണ്ടത് കാങ് തന്നെയാണല്ലോ. മൂ കാങ്ങിന്റെ അടുത്തേക്ക് പോയിട്ട് കാങ്ങിനെ ഇഷ്ടപ്പെടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാങ് ആണെങ്കിൽ മൂനോട് പറയുന്നുണ്ട് അവന്റെ കുറുമ്പൊന്ന് കുറയ്ക്കാനായിട്ട്. പക്ഷെ മൂ ആണെങ്കിൽ കാങ്ങിനെ വീണ്ടും കിസ് ചെയ്യൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇന്നാണ് അവരുടെ ഓഡീഷന്റെ റിസൾട്ട് അറിയുന്നത്. അവരുടെ റിസൾട്ട് വന്നു. യോ സെലക്ട് ആവുന്നുണ്ട്. പക്ഷെ തേ തോറ്റുപോയി. അവന് സെലക്ഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെ അവൻ ഒരുപാട് വിഷമിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അവിടെ മൂ കാങ്ങിനെ പോയി ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവന് സെലക്ഷൻ കിട്ടിയില്ല എന്നൊക്കെ പറയുകയാണ്. കാങ് അവനെ സമാധാനിപ്പിക്കുമ്പോൾ മൂ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരുപാട് വിഷമുണ്ട്. ഓഡീഷനിൽ ഞാൻ സെലക്ട് ആയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെയും നഷ്ടപ്പെട്ടില്ലേ. എന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തിയാൽ മാത്രല്ലേ നീ എന്റെ ബോയ് ഫ്രണ്ട് ആകുള്ളൂ. കൂടാതെ എന്റെ അമ്മ എന്നെ ന്യൂസിലൻഡിലേക്കും പറഞ്ഞേക്കും. നമ്മൾ ഇനി കാണില്ല അല്ലേ എന്നൊക്കെ പറയുമ്പോൾ കാങ് പറയുന്നുണ്ട് മൂ നീ ഇപ്പോൾ തന്നെ എന്തിനാ വിഷമിക്കുന്നേ? നീ നാളെ തന്നെ ന്യൂസിലൻഡിലേക്ക് പോകില്ലല്ലോ. അതിന് ഇനിയും കുറച്ച് മാസങ്ങൾ കൂടിയുണ്ട്. അതുവരെ നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. നമുക്ക് ആ ഗെയിം കളിക്കാം. ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആവോ ഇല്ലെന്ന് നമുക്ക് നോക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് കാങ് അവന്റെ കൈകൾ ഉയർത്തുകയാണ്. എന്നിട്ട് ഒരു കൈ മുകളിലേക്കും ഒരു കൈ താഴേക്കും വെക്കുന്നുണ്ട്. അതിനർത്ഥം യെസ് എന്നാണല്ലോ. കാങ് പറയുന്നുണ്ട് നീ ഓഡീഷനിൽ സെലക്ട് ആവാത്തത് കൊണ്ട് തന്നെ നിനക്ക് എന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ എനിക്ക് നിന്നെ പ്രപ്പോസ് ചെയ്യാലോ. മൂ നീ എന്റെ ബോയ് ഫ്രണ്ട് ആവോ എന്ന് ചോദിച്ചതും മൂ അപ്പൊ തന്നെ യെസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കിസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ കാങ് അവന്റെ കൈ അതിനിടയിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. മൂ ഇപ്പോഴും ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണല്ലോ. അവൻ ഹൈസ്കൂളിൽ നിന്ന് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും കിസ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മൂവും കാങ്ങും കപ്പിൾസ് ആവുകയാണ്. അങ്ങനെ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ ഉണ്ടാവും അറിയാനായിട്ട് അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം. ബൈ.